ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലയോ? എല്ലാവരും എൻ്റെ വീഡിയോ ഒക്കെ കാണുന്നതിൽ സന്തോഷമുണ്ട്. എല്ലാവർക്കും നന്ദി പറയുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും നല്ല സമ്പൽ സമൃദ്ധിയും സൗഭാഗ്യം ഉണ്ടാകട്ടെ. എല്ലാത്തിനും നന്ദി പറയുന്നു കേട്ടോ. എൻ്റെ വീഡിയോ ഒക്കെ കാണുന്നതല്ലയോ? ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് വീടും അടുക്കളയും വീടുമായിട്ട് കഴിയുന്ന നമ്മുടെ സഹോദരിമാരെ കുറിച്ചുള്ള, വീട്ടമ്മമാരെ കുറിച്ചുള്ള ചില കാര്യങ്ങളാണ് ഞാൻ സംസാരിക്കാൻ ഇന്നത്തെ വിഷയം. പിന്നെ പകലന്തിയോളം അടുക്കളയ്ക്കകത്ത് ജോലിയും ചെയ്ത് പിള്ളേരെ നോക്കി ഇവർക്ക് ഒരു സന്തോഷവും ഇല്ലാതെ പുറത്തൊന്നും പോകാതെ അടുക്കള കൊണ്ട് കഴിയുന്ന ആൾക്കാരൊക്കെ മിക്കവരുണ്ട്. പിന്നെ 90% ആൾക്കാരും പുറത്ത് പോകുന്നവരുണ്ട്. അതിൽ കുറച്ച് ശതമാനം ആൾക്കാരെങ്കിലും ഇങ്ങനെ അടുക്കളയുമായിട്ട് കഴിഞ്ഞു കൂടുന്നതും പുറത്തോട്ടൊന്നും പോകാതെ ഒരു സന്തോഷമില്ലാതെ എത്രയോ ആൾക്കാരുള്ളതുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. ചില ഭർത്താക്കന്മാരൊന്നും പുറത്തോട്ടൊന്നും അങ്ങനെ കൊണ്ടുപോകാതെ കൂട്ടുകാരുമായിട്ട് ഉള്ള അടിച്ചു പൊളിച്ച് ജീവിച്ച് നടക്കുന്ന ആൾക്കാരുണ്ട്. ആ ഒരു വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഒരു ദിവസം നമ്മൾ ഒരിടത്തോട്ട് പോകുമ്പോൾ ഞാൻ ഒരു വ്യക്തി ഇങ്ങനെ കേട്ടതാ ഒരു കാര്യം. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ഇത് എൻ്റെ മനസ്സിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇന്നൊരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത്. ഞാനിങ്ങനെ നടന്നു പോകുമ്പോൾ ഞാൻ കടയിൽ പോകുന്ന സമയത്ത് ആ ഒരു വ്യക്തിക്ക് ഫോൺ വരുന്നു. അവർ ഭാര്യയാണ് വിളിക്കുന്നത്. ചേട്ടാ എവിടെ ചേട്ടാന്നും പറഞ്ഞിട്ട് നമുക്ക് കേൾക്കാം. പുള്ളി അത് സൗണ്ട് വെച്ചേക്കുക. ഞാൻ നേരെ നടന്നിങ്ങനെ പോവുക. എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ പുള്ളി പറയുന്നു ഞാനാണെന്നുണ്ടെങ്കിൽ ഇച്ചിരി ദൂരത്തിലാണെന്ന്. അപ്പോൾ പുള്ളിക്കാരി ചോദിക്കുന്നു ദൂരത്തിലാണോ എന്ന്. ആ ദൂരത്തിലാണെന്ന്. പക്ഷേ ആ വ്യക്തിയാണെന്നുണ്ടെങ്കിൽ വീടിൻ്റെ അടുക്ക തന്നെ നിന്നാണ് സംസാരിക്കുന്നത്. അവർ കൂട്ടുകാരുമായിട്ട് നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുക. അവർ കൂട്ടുകാരുമായിട്ട് അടിച്ചു പൊളിച്ച് സന്തോഷമായിട്ട് അവർ കൂട്ടുകാർക്ക് പോയി അവർക്കൊക്കെ നിൽക്കാൻ എത്ര നേരം വേണം പോയി നിൽക്കാനൊന്നും ഒരു കുഴപ്പവുമില്ല. ആലോചിച്ച് നോക്കി. അവരുടെ ഭാര്യ വിളിച്ചോണ്ട് പറഞ്ഞു. അങ്ങനെ ആ പുള്ളിക്കാരി എനിക്ക് പറഞ്ഞെന്ന് തോന്നുന്നു. എന്നിട്ട് എന്തോ മേടിക്കാനെങ്ങാണ്ടാണെന്ന് തോന്നുന്നു. ഞാൻ വരുമ്പം കൊണ്ടുവരാമെന്ന് പറയുന്നു. ആലോചിക്കുക. ഇവർക്കൊക്കെ വീടുകളിലാണെങ്കിൽ 10 മിനിറ്റ് നേരം ഭാര്യയോടും അല്ല പിള്ളേരോടും കൂടെ ഒന്നും ഇരിക്കാനോ ഒന്നും അവർക്ക് സമയമില്ല അല്ലയോ? അവർക്ക് കൂട്ടുകാരോട് കൂടി നടക്കാനും അതിനൊക്കെ സമയം അവർ ഒരുപാട് കണ്ടെത്തുന്നുണ്ട്. അവരൊരുപാട് അത് ഹാപ്പി ആവുന്നുണ്ടായിരിക്കും. അങ്ങനെയൊന്നും ആകരുത്. സത്യത്തിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഭാര്യയും കൊച്ചുങ്ങളും വീട്ടുകാരുമായിട്ടൊക്കെ സന്തോഷകരമായിട്ടും ഒക്കെ ഇച്ചിരി നേരമൊക്കെ സ്പെൻഡ് ചെയ്യുന്നത് അത് നല്ലൊരു സമയം സ്പെൻഡ് ചെയ്യുന്നത് നല്ലൊരു കാര്യം. കൂട്ടുകാരെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട്ടിലുള്ള കാര്യങ്ങളും വീട്ടുകാരും ഒക്കെ അങ്ങ് മറന്നു പോകും. അവർ ആ ലോകത്തായിരിക്കും. കുറച്ച് സമയമൊക്കെ നമ്മുടെ വീട്ടിലുള്ള ഭാര്യയും കുഞ്ഞുങ്ങളുടെ കൂടെ ഒക്കെ സമയമൊക്കെ ചിലവാക്കാനുള്ള സമയമൊക്കെ കണ്ടെത്തണം. അതൊക്കെയല്ലേ ഒരു സന്തോഷമെന്ന് പറയുന്നത്. അങ്ങനെയൊക്കെ വേണം. ഉള്ള സമയം സന്തോഷമായിട്ടും ഹാപ്പിയായിട്ടും അടിച്ചു പൊളിച്ച് ജീവിക്കണം. കാലമൊക്കെ ഇങ്ങനെ കടന്നങ്ങ് പോകും. കുറേ കാലം കഴിയുമ്പോഴത്തേന് പിന്നെ നമുക്ക് ഈ സമയത്തുള്ള ഒരു സന്തോഷവും കാര്യങ്ങളൊന്നും കിട്ടത്തില്ല. ഈ ചെറുപ്പമൊക്കെ നമ്മുടെ അങ്ങ് കഴിഞ്ഞു പോകും. മനുഷ്യൻ പ്രായമായി വരും എന്തായാലും. ആ സമയത്തൊന്നും നമുക്ക് നമുക്ക് സന്തോഷമായിട്ടും ജീവിതം ആസ്വദിക്കാനും പറ്റത്തില്ല. ഉള്ള സമയം അടിച്ചു പൊളിച്ച് ഹാപ്പിയായിട്ട് മുന്നോട്ട് പോകണം. എത്രയോ ആൾക്കാരുണ്ട് പുറത്തൊക്കെ പോകുന്നത് കണ്ടിട്ടില്ല. എല്ലാം കാശിൻ്റെ ഇതൊന്നുമല്ല. കാശില്ലെങ്കിലും നമുക്കതൊക്കെ നടക്കുകയൊക്കെ ചെയ്യും. ഭാര്യമാരെയും കൊണ്ട് മാസത്തിലൊരിക്കലൊന്ന്, ഭാര്യയും പിള്ളേരെയും ഒക്കെ കൊണ്ടുവന്ന് മാസത്തിലൊരിക്കലൊന്ന് പുറത്തോട്ടൊക്കെ പോവുക. എന്തോ കൂടിയ കാര്യങ്ങളൊന്നും വേണ്ടല്ലോ. നമുക്കൊരു ഒരു ഒരു മസാല ദോശയോ ഒരു ചായയോ അല്ലെങ്കിൽ ഒരു ഉഴുന്നുവടയോ ഒരു ചായയൊക്കെ കുടിക്കാമല്ലോ. അതൊക്കെ ഒരു സന്തോഷമല്ലയോ? വീട്ടിൽ ഇരിക്കുന്ന പെണ്ണുങ്ങൾക്കൊക്കെ അതൊക്കെ ഒരു സന്തോഷമാണെന്ന് എൻ്റെ വിചാരം. അവർക്കൊക്കെ കൂട്ടത്തിലിങ്ങനെ പോകുന്നതൊക്കെ അടിച്ചു പൊളിച്ചിട്ട് വരണം. അടിച്ചു പൊളിച്ചിട്ട് പോന്നിട്ട് ഒരു ഫോട്ടോയൊക്കെ എടുത്ത് സ്റ്റാറ്റസൊക്കെ അങ്ങോട്ട് ഇടണം. ഇടുന്ന നിങ്ങൾക്കും സന്തോഷം, കാണുന്ന ഞങ്ങൾക്കും സന്തോഷം അല്ലയോ? രാവിലെ എഴുന്നേറ്റ ഉടനെ ആൾക്കാർ നോക്കുന്നത് സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടോയെന്നാണ് നോക്കുന്നത്. പെട്ടെന്ന് നോക്കുന്നത് എന്തോ അതിനകത്തിലെ കാര്യം ഒന്നും അറിയത്തില്ല. എല്ലാവർക്കും സ്റ്റാറ്റസാണ് കാണേണ്ടത് അല്ലയോ? ഇതൊക്കെ 2 കിലോമീറ്റർ പോയ ഒരു 100 കിലോമീറ്റർ പോയ രീതിയിൽ ഓരോരുത്തരൊക്കെ ഓരോന്ന് ഇടുന്നതൊക്കെ
എല്ലാവർക്കും അതൊക്കെയാണ് നമുക്ക് എല്ലാവരും ഒരു എന്താ എല്ലാവർക്കും ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉത്സാഹം പോലെ എന്തോന്ന് എനിക്കറിയത്തില്ല. നമുക്കിപ്പോൾ ഒരിടത്തൊരു എന്തോന്ന് നടന്നു കഴിഞ്ഞാൽ അടുക്കലുള്ളവർ പോയെങ്കിലേ ഉള്ളൂ വിഷമം. അവർ പോയില്ലെങ്കിലും ആ കാര്യം അവിടെ പോയ കാര്യങ്ങൾ പറഞ്ഞില്ലെങ്കിൽ നമുക്കൊരു വിഷമവും ഇല്ല. പോയെന്നറിയുമ്പോൾ മുതൽ നമുക്കും പോകണം എന്നുള്ള ആ ഉത്സാഹം വരും, ഇല്ലയോ? അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പോകണ്ട. ഇതൊക്കെയാണ് മുന്നോട്ടുള്ള എന്തെന്ന് പറയുന്നത്. ഇതൊക്കെ ഒരു സന്തോഷമാണെന്നേ. എല്ലാം കൊണ്ടുപോയി അടിച്ച് പൊളിച്ച് ജീവിതം എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെയാണ്. ഇന്ന് കാണുന്നവരെ നാളെ കാണുന്നില്ല. ഉള്ള സമയം അടിച്ച് പൊളിക്കുക. കാശിൻ്റെ വലുപ്പം ഒന്നും നോക്കണ്ട. കാശില്ലെങ്കിലും നമുക്ക് ഒരു 5 കിലോമീറ്ററൊക്കെ ദൂരത്തിൽ പോകാം, ഒരു കുഴപ്പമില്ല. പോയി അടിച്ച് കളിച്ചാൽ പോയിട്ട് പിള്ളേരെയൊക്കെ പെറുക്കിയെടുത്തുകൊണ്ടങ്ങ് പോകണം. പോയി സന്തോഷമായിട്ട് അടിച്ച് പൊളിച്ച് 2 ഫോട്ടോയൊക്കെ കിട്ടണം. എല്ലാവരും കാണിക്കുന്നത് കണ്ടിട്ടില്ലയോ? അങ്ങനെയാണ് വേണ്ടത്. വീട്ടിൽ ഇരിക്കുന്നവർക്കൊരു സന്തോഷമാവും, ഭാര്യമാർക്കൊക്കെ സന്തോഷമാവും. കൂട്ടുകാരെ തന്നെ നോക്കി ഇരുന്നിട്ടൊന്നും കാര്യമില്ല. അങ്ങനെയൊക്കെ വേണം. ഇത് പിന്നെ കുറച്ചുകൂടെ കുറച്ചങ്ങോട്ട് മുന്നോട്ട് പോയി കഴിയുമ്പോൾ ഇതൊന്നും ആരും ഒന്നും ചെയ്യത്തൊന്നുമില്ല. പടിയെന്ന് പറയുമ്പോൾ കുടയെന്ന് പറയുന്ന സമയമാണ് പിന്നെ. അതൊക്കെ പിന്നെ അങ്ങനെയൊക്കെ കേൾക്കത്തുള്ളൂ, അല്ലയോ? അങ്ങനെയൊക്കെയുള്ള സമയമാണ് അത്. പിന്നെ ഇതൊന്നും പിന്നീട് കിട്ടത്തില്ല. ഉള്ള സമയം ആസ്വദിക്കുക, ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക, സന്തോഷപരമായിട്ട് ജീവിക്കുക. പാവം പിടിച്ച വീട്ടമ്മമാർക്കും ഒരു സന്തോഷമാകട്ടെ. കൊണ്ടുപോകാത്ത ആൾക്കാരുടെ കാര്യമാണ് പറയുന്നത്. ഒരുപാട് പേരുണ്ട് അങ്ങനെയൊന്നും കൊണ്ടുപോകാത്ത, പുറത്തോട്ടൊന്നും കൊണ്ടുപോകത്തില്ല. വല്ലപ്പോഴും അങ്ങാണം കൊണ്ടുപോകും. അവർക്ക് ഏതാണ്ട് വലിയ ഇതുപോലെ. അവർക്ക് ഫ്രണ്ട്സുമായിട്ട് അടിച്ചു പൊളിക്കുന്നതിനും ഫ്രണ്ട്സിൻ്റെ കൂടെ കൂട്ടുകൂടി നടക്കുന്നതിനൊക്കെ അതിനൊക്കെ സമയമുണ്ട്, കണ്ടെത്താനൊക്കെ പറ്റും. അങ്ങനെയൊന്നുമല്ല. നമ്മുടെ വീട്ടിലുള്ളവരെ കൂടെ പരിഗണിക്കണം. എല്ലാ കാര്യം അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ജീവിതം നമുക്കൊരു മടുപ്പ് തോന്നത്തില്ല. ഇതൊന്നും പിന്നീട് കിട്ടുന്ന കാര്യമേ അല്ല. നമ്മുടെ പഴയ കാലമൊന്നുമല്ലല്ലോ. ഇപ്പം എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും സൗകര്യങ്ങളും ഉള്ളവരുണ്ട്. അധികം പേർക്കും അങ്ങനെയൊക്കെ പോകാനും വരാനൊക്കെ ഉള്ള ഇതൊക്കെ ഉണ്ട്, സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ചുരുക്കം പേർക്കൊക്കെ ഉള്ളത് അങ്ങനെയൊക്കെ ഒന്നും ഇല്ലാത്തത്. ഇതെല്ലാം ജീവിതത്തിൻ്റെ ഭാഗമാണ്. എല്ലാം അടിച്ചു പൊളിച്ച് ജീവിക്കാൻ നോക്കണം എല്ലാവരും സന്തോഷകരമായിട്ട്, അല്ലയോ? പിന്നീട് നമുക്ക് നഷ്ടബോധം ഉണ്ടാകും. നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ, നമ്മുടെ കാലമൊക്കെ ഇങ്ങനെ ആയിരുന്നല്ലോ എന്നൊക്കെയുള്ള ചിന്തിക്കേണ്ട സമയം പിന്നീട് വരും. അന്നേരം ചുമ്മാ ഇരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കും, അയ്യോ ഒന്നും നമുക്ക് പറ്റിയിട്ടില്ലല്ലോ എന്നുള്ളത്, ഇല്ലയോ? അങ്ങനെയൊക്കെയാ. അതുകൊണ്ടുള്ള സാമ്പത്തികത്തിലെല്ലാം നമുക്ക് മുന്നോട്ട് ജീവിച്ച് സന്തോഷകരമായി പോകാൻ നമ്മൾ പരിശ്രമിക്കണം. അങ്ങനെയൊക്കെ വേണം. മിക്ക വീട്ടുമാരും പറയുന്നേക്കാം, നമുക്കിങ്ങനെ അടുക്കളയ്ക്കകത്തിരിക്കാനാ വിധി. സ്ഥിരം ഒരു പല്ലവിയാണ്. അതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാമെന്നേ. എന്നാൽ ശരി, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളേ. നാളെ ഒരു പുതിയ വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.